മർക്കോസിന്റെ ഭവനത്തിലെ വിശാലമായൊരു ഹാളിലാണ് ക്രിസ്തുവിന്റെ പെസഹ ഭക്ഷണം അന്ന് ഒരുങ്ങുന്നത്. ഇതൊരുക്കാൻ വേണ്ടി പത്രോസ്, യോഹന്നാൻ എന്നീ ശിഷ്യന്മാരെ ക്രിസ്തു നിയോഗിക്കുന്നു. അന്ന് വൈകുന്നേരം ക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാരുമൊത്ത് അത്താഴശാലയിൽ പ്രവേശിക്കുന്നു. ഭക്ഷണത്തിനിടയ്ക്ക് നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റുകൊടുക്കുമെന്ന് ക്രിസ്തു പറഞ്ഞപ്പോൾ അത് കേൾക്കുന്ന ശിഷ്യന്മാർ അത്യന്തം ദുഃഖിതരാകുന്നു. കർത്താവേ, അത് ഞാനാണോ എന്ന് അവരിൽ ഓരോരുത്തരും അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു. അതിനു മറുപടിയായിട്ട് ക്രിസ്തു പറയുന്നത്, എന്നോടൊപ്പം താലത്തിൽ ആരാണോ കൈമുക്കുന്നത് അവൻ എന്നെ ഒറ്റുകൊടുക്കും എന്നാണ്. അപ്പോൾ ഇസ്കാരിയോത്ത് യൂദാസ് ചോദിക്കുന്നത്, ഗുരു, ഇത് ഞാനാണോ എന്നാണ്. അതിന് ഉത്തരമായി യേശു അപ്പോൾ പറയുന്നു, അത് നീ പറഞ്ഞു കഴിഞ്ഞല്ലോ. ക്രിസ്തു അപ്പം നുറുക്കി അപ്പോൾ യൂദാസിന് കൊടുക്കുന്നു. യൂദാസ് ക്രിസ്തുവിനെ ചതിക്കുമെന്ന് അപ്പോഴും മറ്റു ശിഷ്യന്മാർക്ക് മനസ്സിലായിരുന്നില്ല. അപ്പം കഴിച്ച ശേഷം യൂദാസ് പുറത്തേക്ക് പോകുന്നു. തിരുവത്താഴം അവസാനിച്ച ഉടനെ യേശു ക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം അത്താഴശാലയിൽ നിന്ന് പുറപ്പെട്ട് കെദ്രോൻ താഴ്വര കടന്ന് ഗെത്സമനിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രവേശിക്കുന്നു. യേശുവിനെ ഒറ്റുകൊടുത്ത യൂദായുടെ സഹായത്തോടുകൂടി യഹൂദ പടയാളികൾ അപ്പോഴേക്കും അദ്ദേഹത്തെ വന്ന് പിടികൂടുന്നു. ഇങ്ങനെ യേശുവിനെ പടയാളികൾ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ശിഷ്യനായ പത്രോസ് അവരിൽ ഒരാളുടെ ചെവി തൻ്റെ കത്തി കൊണ്ട് ഛേദിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ആ ചെവി സൗഖ്യമാക്കുന്ന യേശു, വാളെടുത്തവൻ വാളാലെന്ന് പത്രോസിനോട് പറഞ്ഞതും പിന്നീട് പ്രസിദ്ധമായി.